നമസ്കാരം. കൗടില്യ വിഷനിലേക്ക് സ്വാഗതം. കാലത്തിന്റെ അനന്തമായ താളുകളിൽ മനുഷ്യന്റെ അന്വേഷണം ഒന്നുതന്നെയായിരുന്നു. ദാരിദ്ര്യത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെയും ലോകത്തേക്ക് പ്രവേശിക്കുക. സഹസ്രാബ്ദങ്ങൾക്കിപ്പുറവും നാം അതേ പാതയിൽ തന്നെയാണ്. എന്നാൽ ഈ യാത്രയിൽ നമുക്ക് വഴികാട്ടിയാകാൻ ഒരാളുണ്ട്. ആരുടെ വാക്കുകൾക്ക് നൂറ്റാണ്ടുകളെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടോ? ആ മഹാജ്ഞാനിയാണ് ആചാര്യ ചാണക്യൻ. അദ്ദേഹത്തിന്റെ നീതിശാസ്ത്രം കേവലം രാജ്യതന്ത്രത്തിന്റെ പുസ്തകമല്ല, അത് ജീവിത വിജയത്തിന്റെ ആഴമേറിയ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദീപമാണ്. ഇന്ന് ആ ജ്ഞാനസാഗരത്തിൽ നിന്ന് സാമ്പത്തിക ദാരിദ്ര്യമെന്ന അന്ധകാരത്തെ അകറ്റി സമ്പത്തിന്റെ പ്രകാശം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന 9 അമരതത്വങ്ങൾ നമുക്ക് പഠിക്കാം. ഈ തത്വങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുകയും നിങ്ങളുടെ പ്രവൃത്തികളെ നയിക്കുകയും ആത്യന്തികമായി നിങ്ങളുടെ വിധിയെ തന്നെ പുനർനിർമ്മിക്കുകയും ചെയ്യും. 1. അറിവിനുവേണ്ടി നിക്ഷേപിക്കുക. ഏറ്റവും വലിയ സമ്പത്ത് അറിവാണെന്ന് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നു. കാരണം മറ്റെല്ലാ സമ്പത്തും മോഷ്ടിക്കപ്പെടാമെങ്കിലും അറിവ് സുരക്ഷിതമാണ്. ചാണക്യനീതിയിൽ ഇപ്രകാരം പറയുന്നു: വിദ്വത്വം ച നൃപത്വം ച നൈവ തുല്യം കദാചന സ്വദേശേ പൂജ്യതേ രാജ വിദ്വാൻ സർവത്ര പൂജ്യതേ. പാണ്ഡിത്യവും രാജപദവിയും ഒരിക്കലും തുല്യമല്ല. കാരണം ഒരു രാജാവ് സ്വന്തം രാജ്യത്ത് മാത്രം ആരാധിക്കപ്പെടുമ്പോൾ ഒരു പണ്ഡിതൻ ലോകത്തെവിടെയും ആരാധിക്കപ്പെടുന്നു. നിങ്ങൾ ആർജിക്കുന്ന അറിവും കഴിവും നിങ്ങൾക്ക് ലോകത്തെവിടെയും വില നൽകും. അതിനാൽ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ നേടാനും ഉപയോഗിക്കുക. അറിവുള്ളൊരു മനസ്സ് സമ്പത്ത് സൃഷ്ടിക്കാനുള്ള ഏറ്റവും ശക്തമായ ഉപകരണമായിരിക്കും. ചാണക്യൻ പറയുന്നു, ഏറ്റവും വലിയ നിക്ഷേപം സ്വന്തം ബുദ്ധിയിലാണ്. സ്വർണവും ഭൂമിയും കാലക്രമേണ നഷ്ടപ്പെട്ടേക്കാം, എന്നാൽ നിങ്ങൾ ആർജിച്ച അറിവും കഴിവും ആർക്കും നിങ്ങളിൽ നിന്നും മോഷ്ടിക്കാനാവില്ല. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ നേടാനും ഉപയോഗിക്കുക. അറിവുള്ളൊരു മനസ്സ് സമ്പത്ത് സൃഷ്ടിക്കാനുള്ള ഏറ്റവും ശക്തമായ ഉപകരണമായിരിക്കും. അത് ഏത് പ്രതിസന്ധിയിലും നിങ്ങളെ വഴികാട്ടുന്ന കെടാത്ത വിളക്കായിരിക്കും. 2. നിങ്ങളുടെ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ മനുഷ്യനിലും ഒരു സവിശേഷ കഴിവ് ഒളിഞ്ഞിരിപ്പുണ്ട്. ചാണക്യന്റെ ദൃഷ്ടിയിൽ സ്വന്തം ശക്തി തിരിച്ചറിയാത്തവനാണ് ഏറ്റവും വലിയ ദരിദ്രൻ. ഒരു ശില്പി കല്ലിൽ നിന്ന് മനോഹരമായ രൂപം കൊത്തിയെടുക്കുന്നതുപോലെ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ മൂർച്ച കൂട്ടുക. നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാമെങ്കിൽ ആ കഴിവ് വിപണന രംഗത്ത് ഉപയോഗിക്കാം. എഴുതാനാണ് കഴിവെങ്കിൽ അതിലൂടെ വരുമാനം കണ്ടെത്താം. നിങ്ങളുടെ അഭിനിഷ്ഠയും കഴിവും ഒന്നിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ വിജയം നിങ്ങളെ തേടിവരും. സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുന്നവന് അസാധ്യമായി ഒന്നുമില്ല. ചാണക്യൻ പഠിപ്പിക്കുന്നത് കഴിവുള്ളവന് ഒരു ഭാരവും വലുതല്ല എന്നാണ്. കോതി ഭാരഃ സമർത്ഥാനാം കിം ദൂരം വ്യവസായിനാം കോ വിദേശഃ സവിദ്യാനാം കഹ പരഃ പ്രിയവാദിനാം. കഴിവുള്ളവന് ഏതാണ് വലിയ ഭാരം? കഠിനാധ്വാനിക്ക് ഏതാണ് ദൂരം? വിദ്യയുള്ളവന് ഏതാണ് വിദേശം? പ്രിയമായി സംസാരിക്കുന്നവന് ആരാണ് അപരിചിതൻ? നിങ്ങളുടെ ഉള്ളിലെ കഴിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. അതിനെ തിരിച്ചറിഞ്ഞ് മൂർച്ച കൂട്ടുക. നിങ്ങളുടെ അഭിനിഷ്ഠയും കഴിവും ഒന്നിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഏത് തടസ്സവും നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും. 3. കഠിനാധ്വാനം ചെയ്യുക. വിയർപ്പൊഴുക്കാതെ നേടുന്നതൊന്നും നിലനിൽക്കില്ല. ഇതാണ് ചാണക്യന്റെ അടിസ്ഥാന തത്വം. സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി അലസമായിരിക്കുന്നവന്റെ പടിവാതിൽക്കൽ ഒരിക്കലും വരില്ല. എന്നാൽ തന്റെ ലക്ഷ്യത്തിനായി രാവും പകലും പ്രയത്നിക്കുന്നവനെ ദേവി അനുഗ്രഹിക്കും. കഠിനാധ്വാനത്തിന് ഉടനടി ഫലം ലഭിച്ചെന്ന് വരില്ല, പക്ഷേ അതിന്റെ ഫലം ഉറപ്പുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നിങ്ങളുടെ 100% സമർപ്പിക്കുക. പ്രപഞ്ചം നിങ്ങൾക്കതിനുള്ള പ്രതിഫലം നൽകും. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥേ നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗ. കഠിനാധ്വാനം കൊണ്ട് മാത്രമേ കാര്യങ്ങൾ സാധ്യമാകൂ. വെറും ആഗ്രഹങ്ങൾ കൊണ്ടാവില്ല. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ വായിലേക്ക് മൃഗങ്ങൾ സ്വയം വന്നു വീഴുകയില്ലല്ലോ. 4. ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ. ചുക്കാനില്ലാത്ത കപ്പലുപോലെയാണ് ലക്ഷ്യമില്ലാത്ത ജീവിതം. അത് കാറ്റിലും കോളിലും പെട്ട് എങ്ങോട്ടെന്നില്ലാതെ അലയും. നിങ്ങൾ എവിടെ എത്താനാണ് ആഗ്രഹിക്കുന്നതെന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപരേഖ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. 1 വർഷം കൊണ്ട് എന്ത് നേടണം, 5 വർഷം കൊണ്ട് എവിടെ എത്തണം എന്ന് കൃത്യമായി എഴുതിവെക്കുക. ഈ ലക്ഷ്യമാണ് ഇരുട്ടിൽ നിങ്ങളുടെ വഴികാട്ടി. ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയായിരിക്കണം.
നിങ്ങളുടെ പദ്ധതികൾ മനസ്സിൽ രൂപപ്പെടുത്തുകയും അത് രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ആചാര്യ ചാണക്യൻ എടുത്തു പറയുന്നു. മനസാ ചിന്തിതം കാര്യം വാചാ നൈവ പ്രകാശയേത് മന്ത്രേണ രക്ഷയേത് ഗൂഢം കാര്യേ ചാപി നിയോജയേത്. അതായത്, മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ച കാര്യങ്ങൾ വാക്കുകളിലൂടെ പുറത്തു പ്രകടിപ്പിക്കരുത്. ഒരു മന്ത്രം പോലെ അതിനെ രഹസ്യമായി സൂക്ഷിച്ച് സംരക്ഷിക്കുകയും പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യുക. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി നിർവചിക്കുക. ആ ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ച് അതിനായി പ്രവർത്തിക്കുക. ലക്ഷ്യത്തിലെത്തുന്നതുവരെ അതിനെക്കുറിച്ച് പ്രഖ്യാപനങ്ങൾ നടത്താതിരിക്കുന്നതാണ് ഉചിതം. 5. കടമെന്ന കെണിയിൽ വീഴരുത്. കടം, തീ, ശത്രു എന്നിവയുടെ ചെറിയ അംശം പോലും ബാക്കിവെക്കരുതെന്ന് ചാണക്യൻ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു. കടം ഭാവിയെ കാർന്നു തിന്നുന്ന അഗ്നിയാണ്. ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും മനസമാധാനത്തെയും ഇല്ലാതാക്കാൻ കടത്തിന് കഴിയും. അത്യാവശ്യത്തിനല്ലാതെ ആർഭാടങ്ങൾക്കായി ഒരിക്കലും കടം വാങ്ങരുത്. നിങ്ങളുടെ വരുമാനത്തിനുള്ളിൽ ജീവിക്കാൻ പഠിക്കുക. കടത്തിൽ നിന്ന് മുക്തമായൊരു മനസ്സാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ആദ്യപടി. കടക്കാരനായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ലളിതമായി ജീവിക്കുന്ന രാജാവായിരിക്കുന്നതാണ്. ആചാര്യൻ ഇപ്രകാരം പറയുന്നു: ഋണശേഷശ്ച അഗ്നിശേഷശ്ച ശത്രുശേഷസ്തഥേവച പുനഃപുനഃ പ്രവർദ്ധന്തേ തസ്മാത് ശേഷം ന കാരയേത്. കടത്തിന്റെ ബാക്കി, അഗ്നിയുടെ ബാക്കി, ശത്രുവിന്റെ ബാക്കി എന്നിവ അല്പമാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും വളർന്നു വലുതാകും. അതിനാൽ ഇവ ഒട്ടും ശേഷിപ്പിക്കരുത്. കടത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തനാവുക എന്നതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യപടി. 6. അമിതമായ ചെലവുകൾ ഒഴിവാക്കുക. ഓട്ടവീണ പാത്രത്തിൽ എത്ര വെള്ളം കോരിവച്ചാലും അത് നിലനിൽക്കില്ല. അതുപോലെയാണ് അമിതമായി ചെലവഴിക്കുന്നവന്റെ സമ്പാദ്യം. ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക. വരുമാനം വർദ്ധിക്കുമ്പോൾ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ തെറ്റില്ല. എന്നാൽ അത് ആർഭാടത്തിലേക്കും ദൂർത്തിലേക്കും വഴിമാറരുത്. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം എപ്പോഴും മിച്ചം വയ്ക്കാൻ ശീലിക്കുക. ഈ ശീലമാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ അടിത്തറ. ഓരോ തുള്ളിയും ചേർന്നാണ് കുടം നിറയുന്നത് എന്നതുപോലെ ചെറിയ സമ്പാദ്യങ്ങൾ ചേർന്നാണ് വലിയ സമ്പത്തുണ്ടാകുന്നത്. ജലബിന്ദു നിപാതേന ക്രമേണ പൂര്യതേ ഘടഃ സഹേതുഃ സർവവിദ്യാനാം ധർമ്മസ്യച ധനസ്യച. ജലത്തിന്റെ ഓരോ തുള്ളിയും വീണ് ക്രമേണ കുടം നിറയുന്നു. ഇതേ തത്വം തന്നെയാണ് എല്ലാ വിദ്യകൾക്കും ധർമ്മത്തിനും ധനത്തിനും ബാധകമായത്. ചെറിയ ചെലവുകൾ നിയന്ത്രിക്കുന്നതിലൂടെ വലിയൊരു തുക മിച്ചം വയ്ക്കാൻ സാധിക്കും. ആവശ്യവും ആഗ്രഹവും തിരിച്ചറിഞ്ഞ് പണം കൈകാര്യം ചെയ്യുക. ഈ ശീലമാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ അടിത്തറ. 7. നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കുക. സമ്പാദിച്ച പണം വെറുതെയിരിക്കാൻ അനുവദിക്കരുത്. ചാണക്യൻ പറയുന്നു, വേരുകൾ എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നുവോ അത്രത്തോളം ആ മരം വളരും. അതുപോലെ നിങ്ങളുടെ പണം ശരിയായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക. അത് നിങ്ങൾക്കായി ജോലി ചെയ്ത് പുതിയ പണം സൃഷ്ടിക്കും. പുതിയ കാലത്തിൽ ഓഹരി വിപണി, ഭൂമി, സ്വർണം എന്നിങ്ങനെ നിരവധി നിക്ഷേപമാർഗങ്ങളുണ്ട്. അവയെക്കുറിച്ച് നന്നായി പഠിച്ച ശേഷം അറിവോടെ തീരുമാനമെടുക്കുക. അറിവില്ലാതെ നടത്തുന്ന നിക്ഷേപം ചൂതാട്ടത്തിന് തുല്യമാണ്. സമ്പാദിച്ച പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതാണ് അതിനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഉപാർജിതാനാം വിത്താനാം ത്യാഗഃ ഹി രക്ഷണം തടാഗോദര സംസ്ഥാനാനാം പരിവാഹഃ ഇവാംഭസാം. സമ്പാദിച്ച ധനത്തെ സംരക്ഷിക്കാനുള്ള മാർഗം അതിനെ ശരിയായി വിനിയോഗിക്കുക എന്നതാണ്. കെട്ടിനിൽക്കുന്ന ജലാശയത്തിലെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് അതിനെ ശുദ്ധമായി നിലനിർത്തുന്നതുപോലെയാണിത്. നിങ്ങളുടെ പണം വെറുതെയിരിക്കാൻ അനുവദിക്കരുത്. കെട്ടിനിൽക്കുന്ന വെള്ളം ചീത്തയാകുന്നതുപോലെ നിക്ഷേപിക്കാത്ത പണത്തിന്റെ മൂല്യം പണപ്പെരുപ്പം കാരണം നഷ്ടപ്പെടും. അതിനെ ശരിയായ പദ്ധതികളിൽ നിക്ഷേപിച്ചു വളർത്തുക. 8. നല്ലയാളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക. ചന്ദനമരത്തോട് ചേർന്നാൽ നിങ്ങൾക്കും സുഗന്ധം ലഭിക്കും. നിങ്ങൾ ആരുമായി ഇടപഴകുന്നു എന്നത് നിങ്ങളുടെ ചിന്തകളെയും ഭാവിയെയും രൂപപ്പെടുത്തും. സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നവരും ലക്ഷ്യബോധമുള്ളവരും ക്രിയാത്മകമായി ചിന്തിക്കുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കുക. അവരുടെ സംഭാഷണങ്ങൾ നിങ്ങൾക്ക് പുതിയ ആശയങ്ങളും പ്രചോദനവും നൽകും. നിങ്ങളെ എപ്പോഴും പിന്നോട്ട് വലിക്കുകയും പണത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. കാരണം അവരുടെ ദാരിദ്ര്യചിന്താഗതി ഒരു രോഗം പോലെ നിങ്ങളിലേക്കും പടരാം. ദുർജനങ്ങളുടെ സഹവാസം ഉപേക്ഷിച്ച് സജ്ജനങ്ങളുമായി കൂട്ടുചേരാൻ ചാണക്യൻ ഉപദേശിക്കുന്നു. ത്യജ ദുർജന സങ്കർഗം ഭജ സാധു സമാഗമം കുരു പുണ്യമഹോരാത്രം സ്മര നിത്യം അനിത്യതാം. ദുർജനങ്ങളുടെ സഹവാസം ഉപേക്ഷിച്ച് സജ്ജനങ്ങളുമായി കൂട്ടുചേരുക. രാവും പകലും പുണ്യകർമ്മങ്ങൾ ചെയ്യുക. ഈ ജീവിതത്തിന്റെ അനിത്യതയെക്കുറിച്ച് എപ്പോഴും ഓർമ്മിക്കുക. 9. കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കരുത്. വിജയത്തിലേക്കുള്ള പാത എപ്പോഴും സുഗമമായിരിക്കില്ല.
ചില സമയങ്ങളിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ധൈര്യപൂർവ്വം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഭയമാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. റിസ്ക് എടുക്കാൻ ഭയപ്പെടുന്നവന് ശരാശരി ജീവിതത്തിനപ്പുറം വളരാൻ കഴിയില്ല. പുതിയൊരു സംരംഭം തുടങ്ങാനോ പുതിയൊരു ജോലിയിലേക്ക് മാറാനോ ധൈര്യം കാണിക്കുക. എല്ലാ വശങ്ങളും ചിന്തിച്ച് കണക്കുകൂട്ടിയുള്ള റിസ്കുകൾ എടുക്കുന്നവനെയാണ് ഭാഗ്യം തുണയ്ക്കുന്നത്. ഒരു ലക്ഷ്യമേറ്റെടുത്താൽ അത് പൂർണ്ണമായ സമർപ്പണത്തോടെ ചെയ്യണമെന്ന് സിംഹത്തിൽ നിന്ന് പഠിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. പ്രഭൂതം കാര്യം അല്പം വാ യൻ നരഃ കർത്തുമിച്ഛതി സർവാരംഭേണ തത്കുര്യാത് സിംഹാദേകം പ്രചക്ഷ്യതേ. ഒരു മനുഷ്യൻ ചെയ്യാനാഗ്രഹിക്കുന്ന കാര്യം വലുതായാലും ചെറുതായാലും അത് പൂർണ്ണശക്തിയോടെയും സമർപ്പണത്തോടെയും ചെയ്യണം. ഇതാണ് സിംഹത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം. സാമ്പത്തിക വിജയത്തിന് ചിലപ്പോൾ ധൈര്യപൂർവമായ തീരുമാനങ്ങൾ ആവശ്യമായി വരും. അത്തരം സാഹചര്യങ്ങളിൽ ഭയപ്പെടാതെ എല്ലാ വശങ്ങളും വിലയിരുത്തി ഉറച്ച തീരുമാനമെടുത്ത് പൂർണ്ണശക്തിയോടെ മുന്നോട്ടു പോകുക. ഈ 9 തത്വങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയതിനു ശേഷം ചാണക്യൻ ഒരവസാന മുന്നറിയിപ്പ് കൂടി നൽകുന്നു. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമായാലും അത് ദൂർത്തടിച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ വീണ്ടും ദരിദ്രനായി മാറും. സമ്പത്തുണ്ടാക്കുന്നത് കഠിനാധ്വാനത്തിന്റെ ഫലമാണ്, എന്നാൽ അത് നിലനിർത്തുന്നത് ജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഈ പുരാതന തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ദാരിദ്ര്യത്തെ മറികടന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധവും സംതൃപ്തവുമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി അംഗങ്ങൾക്കും ഇത് പങ്കുവയ്ക്കുക. തുടർന്നും ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.